എം അലവിസ്താദ് അനുസ്മരണ യോഗവും വൈദ്യുകാരന് അനുമോദനം അറിയിക്കുന്ന പരിപാടിയും ഇന്നലെ പുന്നക്കാട് അങ്ങാടിയിൽ നടന്ന ഒരു പുതിയ കളിയിൽ കാണുന്നത്. കരുവാരക്കുണ്ടിൻ്റെ പരിസര പ്രദേശങ്ങളും ഒരു പക്ഷേ ഒരു 50 വർഷം പിന്നിലാവുമായിരുന്നു. നജാത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ സമയം അനുവദിക്കുന്നില്ല, പെട്ടെന്ന് 7-ാം തീയതി എനിക്ക് ഒരു ഒഴിവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വിളിക്കുന്നത് തന്നെ 1-ാം തീയതിയോ 30-ാം തീയതിയോ ഒക്കെ ആണ്. അബിയൻ 5-6 ദിവസത്തെ വ്യത്യാസത്തിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു, ഒരു അനുസ്മരണ സമ്മേളനം വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു പ്രാസംഗികൻ കാലിക രാഷ്ട്രീയ ഒരു പ്രാസംഗികനെ കൂടി സംഘടിപ്പിക്കണം എന്ന് കിട്ടുമോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അത് സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ വലിയ തിരക്കുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനും ഈ 7-ാം തീയതിയും 8-ാം തീയതിയും ഒരു ഒഴിവുണ്ട്, പിന്നെ ഈ മാസത്തിൽ ഒഴിവില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ 7-ാം തീയതി ഉസ്മാൻ മാഷിക്ക് ഒഴിവുണ്ട്, 7-ാം തീയതി തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് 5 ദിവസത്തെ വ്യത്യാസത്തിൽ ഒരു യോഗം സംഘടിപ്പിക്കുകയും ആ യോഗം പൊതുയോഗമാക്കി മാറ്റുകയും ചെയ്തു. സിദ്ദീഖ് അലിയെ കിട്ടിയപ്പോൾ എന്നാൽ അതൊരു പബ്ലിക് മീറ്റിംഗ് ആയിക്കോട്ടെ, കാലിക രാഷ്ട്രീയ സംവികാസങ്ങൾ യഥേഷ്ടം പറയാനുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സരസമായ ശൈലിയിൽ ഗഹനമായൊരു പ്രസംഗം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും, അതുകൂടി ആവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം പൊതുയോഗമാക്കി മാറ്റി. പക്ഷെ ഇന്നലെ വരെ കാലാവസ്ഥ വേനൽക്കാലമായിരുന്നു. ഇന്നലെ മുതൽ ഇങ്ങോട്ട് തുലാവർഷം വന്നു. അതിശക്തമായ കോരിച്ചെരിയും മഴയത്തും ജനങ്ങൾ ഒത്തുകൂടി പ്രസംഗങ്ങൾ ശ്രവിച്ചു. നമ്മുടെ നാട്ടിലും മഴ പെയ്യുന്ന സമയമാണ്, തുലാവർഷമാണ്, ആ മഴയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴാണ് ഇന്നലെ രാത്രി ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ ഷെരീഫിൻ്റെ ഈ ഓഡിറ്റോറിയത്തിലേക്ക്, ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് യോഗം മാറ്റിയത്. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ നമ്മോട് സഹകരിച്ചു, ഇതിൻ്റെ ഉടമയും നമ്മോട് സഹകരിച്ചു, നമുക്ക് സ്ഥലം ഒഴിവാക്കി തന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം ഇപ്പോൾ സംഘടിപ്പിച്ചത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ വിശദമായി ആദരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ സെക്രട്ടറി MK മുഹമ്മദ് അലി സാഹിബിനോട് ആവശ്യപ്പെടുന്നു. താങ്ക് യു. അടുത്തതായി വയനാട് ദുരന്തത്തിൽ ചളിപുരണ്ട മയ്യത്തുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എത്രയോ ദിവസം നിസ്വാർത്ഥമായി സേവനം ചെയ്ത് ഒരു നാടിൻ്റെ ആകെ ആദരം പിടിച്ചു പറ്റിയിട്ടുള്ള വൈഗാർഡ് വളണ്ടിയേഴ്സ്, അവരെ വാർഡ് കമ്മിറ്റി വളരെ പ്രൗഢമായിട്ടുള്ള ഈ വേദിയിൽ വെച്ച് ആദരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരുവാരക്കുണ്ടിൻ്റെ പൊതുഭൂമികയിൽ സർവരാലും ആദരിക്കപ്പെട്ടിട്ടുള്ള 2 വർഷം മുമ്പ് വിടവാങ്ങിയിട്ടുള്ള അലവി ഉസ്താദിനെ സ്മരിക്കുന്ന ഒരു പരിപാടിയും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയും കോർത്തിണക്കിയാണ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമേ മുസ്ലിം ലീഗിൻ്റെ പുന്നക്കാട് വാർഡ് കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കരുവാരക്കുണ്ടുകാർക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന ഞാൻ അലവി ഉസ്താദിനെ സ്മരിച്ച് താമരത്താണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിശയോക്തിപരമാണ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ ബ്രിട്ടീഷുകാർക്ക് വലിയ പേടിയായിരുന്നു, പണ്ഡിതന്മാരെ അവർക്ക് വലിയ പേടിയായിരുന്നു, പണ്ഡിത പാരമ്പര്യമുള്ളവരെ ഭയപ്പെട്ടിരുന്നു ബ്രിട്ടീഷുകാർ. അവർക്ക് ജനങ്ങളിലുള്ള സ്വാധീനവും അവരുടെ ആജ്ഞാശക്തിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ജനം മുന്നിട്ടിറങ്ങുന്നതുമാണ്
അവരെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ തന്നെ കരുതൽ തടങ്കലിൽ അവരെ വെക്കുക എന്നതൊരു പതിവ് രീതിയായിരുന്നു. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് കരുവാരക്കുണ്ടിൽ നിന്ന് നാടുകടത്തപ്പെട്ട അനേകം കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് മാട്ടുങ്ങൽ അല്ലെങ്കിൽ മാട്ടുമ്മൽ എന്നറിയപ്പെടുന്ന അലവി സാഹിബിന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ വല്യപ്പയുടെ സഹോദരന്മാരെ ആൻഡമാനിലേക്ക് നാടുകടത്തി. ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിക്കുകയുണ്ടായി. അലവി സാഹിബ് തിരിച്ചു വരുന്നത് 1976 77 കാലത്താണ് ഇങ്ങോട്ട് വരുന്നത്. ആൻഡമാനിൽ അദ്ദേഹത്തിന് കച്ചവടമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കരുവാരക്കുണ്ടിലെ ജ്ഞാനവിപ്ലവത്തിന് വെളിച്ചം പകർന്ന മഹാനായ KT മാനു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലാണ് അലവി ഉസ്താദ് ഇവിടെ സ്ഥിരതാമസമാക്കുന്നത്. ആൻഡമാനിൽ നിന്ന് തിരിച്ചു വരുന്ന ഇവിടെ പൊതുരംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെയാണ് അലവി ഉസ്താദായി മാറിയതെന്ന് ഇപ്പോഴും എനിക്ക് ബോധ്യം വന്നിട്ടില്ല. എത്ര സ്നേഹത്തോടു കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ അലവി ഉസ്താദ് എന്ന് വിളിക്കാറുള്ളത്. എത്രയോ പരിപാടികൾക്ക് ഈ കരുവാരക്കുണ്ട് പരിസര പ്രദേശങ്ങളിലെല്ലാം വരുന്ന സന്ദർഭങ്ങളിലെല്ലാം വളരെ മാതൃകാപരമായി നോക്കിക്കണ്ടിട്ടുള്ള ഒരു നേതാവായിരുന്നു അലി സാഹിബ്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാത്വികമായിട്ടുള്ള ഭാവമായിരുന്നു. വിനയാന്വിതനായി സൗമ്യദീപ്തമായിട്ടുള്ള മുഖവുമായി ജനങ്ങൾക്കിടയിൽ അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ജീവിച്ച, നമുക്കെല്ലാവർക്കും അനുധാവനം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അലവി സാഹിബ്. രാഷ്ട്രീയം എന്നാൽ മലീമസമാണ്, ആ രംഗം ജീർണമാണ്, അഴിമതിയാണ്. ആക്ഷേപങ്ങൾ കൊണ്ട് ആളുകൾ അധിക്ഷേപിക്കുന്ന ഒരു രംഗമാണ് രാഷ്ട്രീയം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പുതുതലമുറയിൽപ്പെട്ട ആളുകളെ പാർട്ടികളുടെ പ്രവർത്തന രംഗത്തേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പുതുതലമുറ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കിയെടുത്തതാണ്. പുതുതലമുറയെ അധിക്ഷേപിച്ചതുകൊണ്ടായില്ല. ലോകപ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ സ്മരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. കുറേ കാലം കഴിയുമ്പോൾ പുതിയ തലമുറ മാറ്റത്തിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ ഇങ്ങനെ മജ്ജയും മാംസയുമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നോ എന്ന് അവർ അത്ഭുതം കൂറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്ര നിഷ്കളങ്കമായ വിശുദ്ധമായിട്ടുള്ള മനസ്സുമായിട്ട് ജീവിച്ച ഒരു നേതാവ് കരുവാരക്കുണ്ടിന്റെ പൊതുരാഷ്ട്രീയ രംഗത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പുതിയ തലമുറ അല്പം അത്ഭുതത്തോടു കൂടി ഒരുപക്ഷെ ഭാവിയിൽ നോക്കിക്കാണും. അത്രമാത്രം നമ്മുടെ പൊതുരംഗത്തെന്ന് മാത്രമല്ല മതരംഗത്തും സാംസ്കാരിക രംഗത്തെല്ലാം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കരുവാരക്കുണ്ട് സമ്പന്നമായിട്ടുള്ള ചരിത്രശേഷിപ്പുള്ള ഒരു പ്രദേശമാണ്. മലയാളത്തിന്റെ സാഹിത്യ പ്രപഞ്ചത്തെ ലോകത്തോളം ഉയർത്തിയ, ഇത് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിൽ ഇതിഹാസ സമാനനായിട്ടുള്ള MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയിട്ടുള്ള അറബിപ്പൊന്ന് എന്ന നോവലിന്റെ ആമുഖത്തിൽ തന്നെ അവരാദ്യം പറയുന്ന വാചകം